തൃശ്ശൂരിൽ നിന്ന് വോട്ട് നേടി സുരേഷ് ഗോപി ജയിക്കുമ്പോൾ ഏതൊരു കേരളീയനെയും പോലെ സുരേഷ് ഗോപിയുടെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങി കേൾക്കാൻ കാത്തിരുന്നവരിൽ ഒരാളാണ് ഞാനും. കാരണം സിനിമയിൽ പറയുന്ന മാസ് ഡയലോഗും മറ്റും റിയൽ ലൈഫിൽ പാർലമെന്റിൽ കേൾക്കാൻ പറ്റുമോ എന്നുള്ള ആകാംക്ഷയായിരുന്നു. എന്നാൽ അതൊക്കെ 3 ദിവസം മുമ്പ് പാർലമെന്റിൽ വെച്ച് കണ്ട സുരേഷ് ഗോപിയിൽ തീർന്നു. Sir, in this budget, Honorable Finance Minister declared many tourism circuits. I thought the Finance Minister would respect my dear friend Suresh Gopi because he has already promised many tourism circuits in Kerala. At least to protect the order of Mr. Suresh Gopi. കേരളത്തിന് ഒരുപാട് ടൂറിസം കേന്ദ്രങ്ങളെ എണ്ണം പറഞ്ഞും പേര് പറഞ്ഞും വാഗ്ദാനം ചെയ്ത് കേരളത്തിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപിയുടെ മുഖം രക്ഷിക്കാനെങ്കിലും മാനം കാക്കാനെങ്കിലും നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണത്തിൽ കേരളത്തിന് ഒരു ടൂറിസം കേന്ദ്രം നൽകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ സുരേഷ് ഗോപിക്കും കേരളത്തിനും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് തെളിയിക്കുന്നതാണ് നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം എന്നുള്ള ജോൺ ബ്രിട്ടാസിന്റെ വാദത്തിന് യാതൊരുവിധ മറുപടിയും കേന്ദ്ര സർക്കാരിനും സുരേഷ് ഗോപിക്കും ഇല്ലായിരുന്നു. ഇരുന്ന കസേരയിൽ നിന്ന് രോഷാകുലനായി ചാടി എണീക്കാനല്ലാതെ ഒരക്ഷരം മിണ്ടാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞില്ല. തൃശ്ശൂർക്കാർക്ക് തെറ്റുപറ്റിയോ എന്ന ചോദ്യത്തിന് ഇനിയും പ്രസക്തിയുണ്ടോ എന്ന് എനിക്കറിയില്ല.